വലിയ സന്തോഷം. സാധാരണഗതിയിൽ ഒരു സിനിമ തുടങ്ങാൻ ഞാൻ സിനിമ തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് ആദ്യം ചെയ്യും, അല്ലെങ്കിൽ ഒരു കഥ പ്ലാൻ ചെയ്യും. എന്നിട്ട് ആ കഥയിൽ കഥാപാത്രങ്ങൾക്ക് സാധാരണ ഇതിൽ രൂപപ്പെട്ടു വരികയാണ്. ഒരു പൂർണ്ണമായിട്ടൊരു കഥാപാത്രം അതിൻ്റെ സ്ട്രെങ്ത് ഒക്കെ വന്നിട്ട് ഞാൻ ആക്ച്വലി സിനിമ ചെയ്തിട്ടില്ല. അത് രൂപപ്പെടുത്തിയാണ് സിനിമ ഉണ്ടാകുന്നത്. എൻ്റെ കേസിൽ ഞാൻ സിനിമ ചെയ്യുമ്പോൾ. പക്ഷേ റേച്ചൽ എന്ന് പറഞ്ഞ സിനിമയുടെ കാര്യം അങ്ങനെ ആയിരുന്നില്ല. ഒരു സിനിമ, ഒരു കഥ എനിക്ക് വായിക്കാനായിട്ട് കിട്ടുന്നു, ആനന്ദിനി തരുന്നു. അതിൻ്റെ കഥാകൃത്ത് രാഹുൽ മണപ്പാട്ട് എന്ന് പറയുന്ന കഥാകൃത്താണ്. വലിയൊരു കഥാമത്സരത്തിൽ, മാതൃഭൂമിയുടെ ഒരു കഥാമത്സരത്തിൽ 1ാം സമ്മാനം കിട്ടിയ ഒരു കഥ. ആ കഥയുടെ ആദ്യത്തെ പാരഗ്രാഫ്, 2 പാരഗ്രാഫ് വായിച്ചപ്പോൾ തന്നെ ഇതിലൊരു സിനിമയുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നു. അല്ലെങ്കിൽ ഇത്രയും തീക്ഷ്ണമായി ഒരാൾ എഴുതുക, ഒരാൾ അതിൽ തീ ഊറിയിടുന്നത് പോലെ എഴുതിയിരിക്കുന്ന ഒരു ലിറ്ററേച്ചർ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ഭയങ്കര സിനിമയുണ്ടല്ലോ എന്ന് തോന്നി. ഇവർ സെലക്ട് ചെയ്ത കഥ, ആനന്ദിനി സെലക്ട് ചെയ്ത കഥ ഒരു ഫയർ ഉണ്ടല്ലോ എന്ന് തോന്നി. അവിടെ നിന്നാണ് ഒരു സിനിമ രൂപപ്പെടുത്തു വരുന്നത്. പിന്നെ ഈ കഥ ചെയ്യണമല്ലോ. ആ സിനിമയിൽ ഓൾറെഡി ഇൻബിൽറ്റായിട്ട് അതിനകത്ത് ഉഗ്രൻ കഥാപാത്രങ്ങളുണ്ടായിരുന്നു, ഇമോഷൻസ് ഉണ്ടായിരുന്നു, ശക്തി ഉണ്ടായിരുന്നു, പോത്ത് ജോയി ഉണ്ടായിരുന്നു, റേച്ചൽ ഉണ്ടായിരുന്നു, നിക്കോളസ് ഉണ്ടായിരുന്നു, ജോഷു ഉണ്ടായിരുന്നു, തെരേസ ഉണ്ടായിരുന്നു. കഥാപാത്രങ്ങളുണ്ട്, ജീവനുള്ള കഥാപാത്രങ്ങൾ. ഒരു ഗ്രാഫ് ഉണ്ടായിരുന്നു, ഒരു ഫിനിഷിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആ സിനിമ ഇനി സിനിമയാക്കുക മാത്രമേ വേണ്ടൂ. ആ സിനിമ എക്സിക്യൂട്ട് ചെയ്യാൻ അത് പലതരം ലേയേഴ്സ് ഉള്ള സിനിമയാണ്. അതിനകത്തൊരു കൊമേഴ്സ്യൽ എലമെന്റ്, അതിനകത്തൊരു കൈയടിക്കാനുള്ള ഒരു എലമെന്റ്, അതിനകത്ത് തിയേറ്ററിൽ കണ്ടിരിക്കാനുള്ള ഒരു എലമെന്റ് ഉണ്ടെന്ന് ആ കഥ വായിച്ചപ്പോൾ എനിക്ക് തോന്നി. പിന്നീട് ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നാണ് ഞാൻ ഇവരോട് ചർച്ച ചെയ്തത്. തീർച്ചയായും ഒരു സിനിമയുടെ കഥ സിനിമയാക്കാൻ തീരുമാനിക്കുമ്പോൾ അതിനൊരു നിർമ്മാതാവ് വരണം, ആക്ട്രസ് വരണം. ഹണി റോസിനോട് കഥ പറഞ്ഞു, ആനന്ദിനി കഥ പറഞ്ഞ ശേഷം ഹണി റോസിൻ്റെ റെസ്പോൺസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്നോട് ഹണി പറഞ്ഞത്, സാർ ഇതിന് പ്രൊഡ്യൂസർ ആയിട്ടില്ല എങ്കിൽ ഈ സിനിമ നടക്കണം, ഇതിന് പ്രൊഡ്യൂസർ ആയിട്ടില്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസറിനെ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹണിയോട് പറഞ്ഞത്, ഇത് പ്രൊഡ്യൂസർ വരും, ഹണി തന്നെ ആയിരിക്കും നായിക എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. പിന്നീട് ആ സിനിമയുടെ തുടക്കം തൊട്ട് ഇത് ഇവോൾവ് ചെയ്തൊരു സിനിമ ഫോമായി വരികയാണ്. ഈ സിനിമയുടെ സാങ്കേതിക പ്രവർത്തകർ ഒക്കെ ഒരുമിച്ച് കൂടി ഈ സിനിമ ഒരു രൂപത്തിലേക്ക് വരുമ്പോൾ അതിനകത്തുണ്ടായിരുന്ന എല്ലാ സാങ്കേതിക പ്രവർത്തകർക്കും അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു, ഒരു തരിപ്പുണ്ടായിരുന്നു. അത് ആനന്ദിനിയുടെ ഭാഗ്യമാണ്. അത് തീർച്ചയായും ഹണി റോസിന്റെ ഭാഗ്യമാണ് ഈ സിനിമ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ.